പൗർഷമി നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. നാഗ എന്റെ കണ്ണിൽ ഒരു മനുഷ്യ സ്ത്രീയാണ്. നിങ്ങളിൽ ഒരു തെറി പോലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ആളുകള് അവരെ തെറി വിളിക്കട്ടെ. ആചാരമല്ല. എന്താണ് ആചാരം? ആചരിച്ചുണ്ടാക്കിയതാണ് ആചാരം. എന്റെ പാദം പൂജിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടല്ല. അല്ല അല്ല അവിടെ 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 പ്രശ്നം. നാഗ സാധാരണഗതിയിൽ കാണുന്ന വേഷങ്ങളിൽ നിന്നും മാറി ഒരു സന്യാസിനിയുടെ അല്ലെങ്കിൽ നമ്മൾ പുരാണ സീരിയലുകളിലൊക്കെ കണ്ടിട്ടുള്ള എന്നെ പോലെ ഒരാളിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല ആർക്കും. ആത്മീയതയുടെ ഏറ്റവും വലിയ വ്യത്യാസം എന്താ വെച്ചാല്, ആത്മീയത എന്നിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്ക് മറ്റുള്ളവരിൽ ആത്മീയത കാണുന്നത്. ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു, അത് വലിയ നവോത്ഥാനമാണ് നിങ്ങൾക്ക്. ആദിമ മനുഷ്യന്റെ ചിന്താ പദ്ധതിയാണ് പാത്രം എന്ന കൺസെപ്റ്റ്. ആചാരമല്ല. വരട്ടെ, എന്താണ് ആചാരം? ആചരിച്ചുണ്ടാക്കിയതാണ് ആചാരം. ആചാരം കൊണ്ട് ആചരിച്ചുണ്ടാക്കുകയാണ്. ഞാൻ ഉണ്ടാക്കും. അമൃതാനന്ദമയി മഠത്തിന്റെ ആശ്രമത്തിന്റെ പേരുണ്ടോ എനിക്കറിയില്ല. പാണക്കാട് തങ്ങളുടെ പേരുണ്ടോ എനിക്കറിയില്ല. അവരെ പോലെയാണോ ഞാൻ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടല്ല എന്റെ ചോദ്യം. ആ ചോദ്യം ഞാൻ ചോദിക്കുന്നു. അല്ല, സമൂഹം ചോദിക്കും ചിലപ്പോ. ഇവിടുത്തെ ചരിത്രം എന്താണ്? ഞങ്ങൾക്ക് ചരിത്രമില്ല. ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആചരിച്ചുണ്ടാക്കിയ ഈ ബ്രാഹ്മണൻ ആചരിച്ചുണ്ടാക്കിയതൊക്കെ ആചാരം. ഈ ശങ്കരാചാര്യ പല ആചാരവും കാണിക്കുന്നുണ്ടല്ലോ, ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അന്നത്തെ ഫ്യൂഡൽ മാടമ്പികൾ മുറ്റത്ത് കുഴികുത്തി ഇല വിരിച്ച് കഞ്ഞി കൊടുത്തത് ഒരു ആചാരമായിരുന്നില്ലല്ലോ. വർഷം 2026 കുഴികുത്തി കഞ്ഞി കുടിക്കുക, കാൽപാദങ്ങളിൽ പുഷ്പവൃഷ്ടി നടത്തിക്കുക, കാൽപാദങ്ങളിൽ ചുംബനം കൊണ്ട് അനുഗ്രഹം ചോദിപ്പിക്കുക. ഒട്ടനവധി ആചാരങ്ങൾ, അത് ദുരാചാരങ്ങളെന്ന് തോന്നുന്ന കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ട പല ദുരാചാരങ്ങളുടെയും പുനരാവിഷ്കരണം കണ്ട വാഴ്ചയാണ് കടന്നുപോയത്. ചണ്ടാള ജയന്തി ദിനത്തിൽ, ചണ്ടാള ബാബാജിയുടെ പിറന്നാൾ ദിനത്തിൽ തൃശ്ശൂരിൽ നടന്ന ഈ ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് വൈറലാണ്. ബ്ലാക്ക് മീഡിയയിൽ ഇന്ന് അതിഥി ചണ്ടാള ബാബയാണ്. നമസ്കാരം. നമസ്തേ. ഞാനും പങ്കെടുത്തൊരു പരിപാടിയാണ്, അഭിമാനത്തോടെ ഞാൻ പറയുന്നു, ഞാനും പങ്കെടുത്തൊരു പരിപാടിയാണ്. അങ്ങേക്ക് തന്ന പുരസ്കാരം ഹൃദയപൂർവ്വം സ്വീകരിച്ച ദിവസമാണ്. അതിന്റെ ദൃശ്യങ്ങളൊന്നും അധികം വന്നിട്ടില്ല. ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പുറത്തുവിടുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, രാമാനന്ദ് അടക്കമുള്ള സ്പിരിച്വൽ മേഖലയിലുള്ള രാംജി അടക്കമുള്ളവരുണ്ടായിരുന്ന ഒരു ചടങ്ങാണ്. പക്ഷേ ചില ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ അങ്ങേ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കും. എൻ്റെ ആദ്യത്തെ ചോദ്യം, ഞാൻ അങ്ങയുടെ അതിഥികളുടെ ലിസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ആദ്യത്തെ ചോദ്യമാണ്, എന്തിനാണ് നാഗസൈരന്ത്രി ദേവി എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആഘോഷിക്കപ്പെടുന്ന ആ സ്ത്രീ, അവരെ ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഗുരുക്കന്മാരിരുന്ന, സന്യാസി ശ്രേഷ്ഠന്മാരിരുന്ന, കാഷായ വസ്ത്രധാരികളായ ജഡാമുടിധാരികളിരുന്ന ആ ചടങ്ങിൽ മാലയൊക്കെ ചാർത്തി കൊണ്ടിരുത്തി, അതൊരു പബ്ലിസിറ്റിയുടെ ഭാഗമായിരുന്നില്ലേ ബാബാജി? അവിടെയാണ് പബ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനൊരു പരസ്യം ചെയ്ത് ആളുകളെയൊക്കെ അറിയിച്ച്, അങ്ങനെ എന്തായാലും പുറത്തു കൂടെ മാത്രമേ അകത്തേക്ക് കയറാൻ കഴിയുള്ളൂ. ഹാളിൽ എവിടെയെങ്കിലും നാഗസൈരന്ധ്രിയുടെ ഫോട്ടോയോ ഫ്ലക്സോ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടതായിട്ട് അറിയില്ല. ഒരു പുരസ്കാരം അങ്ങേക്ക് പോലും തരുമ്പോൾ ചെറിയൊരു ബ്രൗഷറിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ ഇട്ടു എന്നല്ലാണ്ട് അത് മാത്രമേ നാഗയുടെയും കാര്യത്തിലുള്ളൂ. അല്ലാണ്ട് നാഗയ്ക്കായിട്ട് സ്പെഷ്യലൊന്നും ചെയ്തിട്ടില്ല. മറ്റ് മാധ്യമങ്ങളെ നമ്മളാരും അറിയിച്ചിട്ടുമില്ല. ആർക്കും എല്ലാം അന്വേഷിക്കാം. ഒരു പത്രസമ്മേളനം നടത്തിയ പത്രങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം പത്രസമ്മേളനം നടത്തിയത് നാഗയല്ല ഫോക്കസ് ചെയ്തത്. നമ്മുടെ ദർശനങ്ങൾ, ആശ്രമത്തിൻ്റെ മൂവ്മെൻ്റ് എന്താ, അതാണ് ഫോക്കസ് ചെയ്തത്. നാഗയെന്ന് ഫോക്കസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെ മറ്റ് മാധ്യമങ്ങൾ വരുന്ന നാഗ വരുമ്പോൾ നാഗ പറഞ്ഞിട്ടുണ്ടോ അത് നമുക്കറിയില്ല. അവർ വന്നു, അവർ കണ്ടപ്പോൾ അവർ വീണ്ടും നമ്മളെ സമീപിച്ചു ഈ പിള്ളേർ. അപ്പോൾ എന്താ വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളുടെ വീഡിയോ ഈ മറ്റൊരു രീതിയിൽ ട്രോളൊക്കെ വരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി അങ്ങയുടെ ഭാഗത്ത് പറയാനുള്ളൊരു അവസരം ഞങ്ങളത് എടുക്കുകയാണ്, അവിടെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെ വന്നു. അപ്പം നമ്മൾ അവരോടും പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ വന്നപ്പോൾ നിങ്ങൾ അവരോട് വന്നല്ലേ, നിങ്ങൾ എന്തേ പോകാതിരുന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു, അല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് അവിടെ ഇത്തരത്തിലൊരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണുന്നത്. അപ്പോൾ ഒരു കൗതുകം നിലയ്ക്ക് ഞങ്ങൾ എടുത്തു. കൂടാതെ ഞങ്ങൾ ഈ മേഖല ചെയ്യുന്നവരാണല്ലോ, ഇതെന്തായാലും കേരള സമൂഹം തെറ്റിദ്ധരിച്ചിട്ടെങ്കിലും ഇത് ഏറ്റെടുക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. അങ്ങനെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളും മറ്റുള്ളവരെ അറിയട്ടെ. കാരണം അപ്പം അന്വേഷിക്കാനുള്ള ചിന്ത വരും. അങ്ങനെ ആ ഭാഗത്ത് പ്രചരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവർ ഒരു പേജുകൾ നോക്കിയാലും ഒക്കെ നോക്കിയാലും അവർ വേറെ അതിൻ്റെ കമൻ്റ് ഒന്നും ഇട്ട് അല്ലെങ്കിൽ ടൈറ്റിലൊക്കെ വളരെ നീറ്റാണ്. ബാക്കിയാണ് ട്രോളുന്ന ആളുകളെ സംബന്ധിച്ച് സാമാന്യ ബോധം, അമ്മ ഉണ്ടാക്കിയ ചോറും കറിയിലും ചോറ് മാത്രം എടുത്ത് നിന്നിട്ട് അമ്മയെ കൂട്ടാനുണ്ടായില്ല എന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ്. അതിൽ ഒരു ചെറിയൊരു വാക്കോ പ്രവൃത്തിയോ ഒരു വ്യക്തിയുടെ സംസാരം എടുത്തിട്ട് അതെടുക്കുകയും ഞങ്ങളുടെ ആചാരങ്ങൾ കണ്ടുകൊണ്ട് എന്നെ ആൾദൈവമാക്കാനുള്ളൊരു പ്രവൃത്തി. ഞാൻ ഈ കണ്ട കാലം വരെ
രോഹിത്ജിയുടെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഞാൻ വന്നിരിക്കുന്ന ചാനൽ രോഹിത്ജിയുടെ അബാക് മീഡിയയാണ്. അബാക് മീഡിയയിൽ എവിടെ ഒരിക്കൽ പോലും ഞാൻ ദൈവമാണ്, ഞാൻ മാത്രമാണ് ദൈവം എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന തത്വം ഉൾക്കൊണ്ട് അഹം ബ്രഹ്മാസ്മി ശിവോഹം എന്ന തത്വത്തിൽ ഞാൻ ദൈവമാണ്. അതുപോലെ തത്വമസി എന്ന എൻ്റെ ഈ സംസ്കാരം എന്നോട് പറയുകൊണ്ട് ഞാൻ നിന്നിലും നിങ്ങളിലും ദൈവം കാണുന്നു. അതുകൊണ്ട് ഞാൻ മാത്രം ഒരു ദൈവം എന്ന് ഞാൻ കരുതുന്നില്ല. ദൈവമാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ദൈവമാണ്. അത് അവിടെ ശ്രേഷ്ഠനോ അശ്രേഷ്ഠനോ ഭേദം എനിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഭേദാഭേദ ബുദ്ധി ഇല്ലാത്ത കൗളമാർഗമാണ് എൻ്റേത്. എനിക്ക് ശുദ്ധാശുദ്ധങ്ങളില്ല, എൻ്റെ സമ്പ്രദായത്തിലില്ല. കാരണം ഞാൻ ഉപാസിക്കുന്ന എൻ്റെ ദേവതകളൊന്നും ശുദ്ധാശുദ്ധങ്ങൾ പിൻപറ്റുന്നല്ല. അതുപോലെ തന്നെ ഞാൻ സാത്വികനോ രാജസികനോ താമസികനോ അല്ല. ഞാൻ ഗുണാതീത ഭാവത്തിലും സംസ്കാരത്തിലും ചിന്തയിലും പോകുന്ന ആളാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചോദിച്ചു. ഇനിയിപ്പോൾ നാഗേനെ കുറിച്ച് നാഗ എന്ത് വിളിച്ചു എന്ന് എനിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞു പോകാം. ഇല്ല, പറഞ്ഞോളൂ. എന്തുകൊണ്ടാണ് നാഗ? ഓക്കെ, ഒന്ന് എന്താ വെച്ചാൽ അങ്ങനെ പറയണ്ടായി. സന്യാസിമാര്, ശ്രേഷ്ഠന്മാര്, കാഷായ വസ്ത്രധാരികള്, ജഠാധാരികൾ ഇവരൊക്കെ ഇരിക്കുന്ന വേദിയിലേക്ക് എന്തിനാണ് ഈ പറയപ്പെടുന്ന നാഗയെ വിളിച്ചിരുന്നത്? നാഗ എൻ്റെ കണ്ണിൽ ഒരു മനുഷ്യ സ്ത്രീയാണ്. എൻ്റെ അടുത്തിരുന്ന കായ് വസ്ത്രധാരികൾ മനുഷ്യന്മാർ തന്നെയാണ്. കാവിയോടും ജടയോടും ഈ സംസ്കൃതിയോടും അറപ്പുളവാക്കുന്ന ആ ചിന്താപദ്ധതി അത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇനി അല്ല, നാഗയ്ക്ക് എന്താണ് ഭേദം? യേശുദേവനെ നമുക്കൊന്ന് കടം കൊള്ളാം. യേശുദേവൻ ഒരു വേശ്യയെ വയ്യാണ്ടിരിക്കുമ്പോൾ ഒരു വേശ്യയെ കാണാൻ പോയിട്ട് സംസാരിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിച്ചതും ഇന്ന് കേരളം ചോദിക്കുന്ന ഇതേ ചോദ്യമാണ്. നിങ്ങൾ എന്തിനാണ് വേശ്യയെടുത്ത്? നിങ്ങൾ വേറെന്തോ പരിപാടിക്ക് പോയതല്ലേ? അവളെ കല്ലെറിഞ്ഞു കൊല്ലൂ. യേശുവിനെയല്ല, അവളെ കല്ലെറിഞ്ഞു കൊല്ലാനാ പറഞ്ഞത്. ആ കല്ലെറിഞ്ഞു കൊല്ലൂ എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് ഈ നവസിദ്ധാന്തം പറയുന്ന, നവകേരളത്തിൽ ഇത്ര വിപ്ലവം പറയുന്ന, സംസ്കാരം പറയുന്ന, വിദ്യാസമരാണെന്ന് പറയുന്ന കേരള സമൂഹത്തോട് നമ്മൾ പറയുകയാണ്, നിങ്ങളിൽ ഒരു തെറി പോലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത ആളുകൾ അവർ തെറി വിളിക്കട്ടെ. അവർ തെറി പറയുന്നു എന്നാണ് അവരിൽ കണ്ടൊരു കുറ്റം എല്ലാവരും. ആ സ്ത്രീ ആദ്യമായിട്ട് അങ്ങോട്ട് തെറി പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ആശ്രമത്തിൽ ഇപ്പോൾ ആരും വിളിക്കുന്നില്ലെങ്കിലും പണ്ട് കാലത്ത് അവിടെ ആശ്രമത്തിൽ ഫോൺ എടുക്കുക ഒരു സ്ത്രീയാണ്. അവരെ വിളിച്ചിട്ട് എന്നെ കണ്ടുകൊണ്ട്, കാരണം എൻ്റെ വേഷങ്ങളും രീതികളും എൻ്റെ സംസ്കാരത്തിന്റെ ബാക്കിയുള്ള സംസാരം കേട്ടിട്ടുണ്ട്. ഞാൻ മോശമാക്കൊന്നും പറയാറില്ല. എൻ്റെ ധർമ്മത്തിന് വേണ്ടി ഞാൻ ഇന്നിരിക്കുന്ന പോലെയല്ല. അന്നൊക്കെ എനിക്ക് ഇവിടുത്തെ എല്ലാവരും എന്നെ നല്ലോണം ആക്ഷേപിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഫോൺ എടുക്കുമ്പോൾ ഇവിടെ സ്ത്രീ പോലും ഭേദമില്ലാണ്ട് ഇവിടുത്തെ അമ്മമാരോട് മോശമായിട്ടാണ് ഇവിടുത്തെ കേരള സമൂഹം സംസാരിച്ചിരുന്നത്. പക്ഷെ ഇവിടുത്തെ സ്ത്രീകൾ എന്താ വെച്ചാൽ അത് പറയാൻ കഴിയാത്തത് കൊണ്ട് തിരിച്ചു പറഞ്ഞില്ല. അവിടെ നാഗയെ ഞാൻ ആദരിക്കുന്നു. കാരണം പെണ്ണിന് എന്താ തെറി പറയാൻ പറ്റില്ലേ? സുരേഷ് ഗോപിക്ക് മാത്രമേ ഷിറ്റ് പറയാൻ പറ്റുള്ളൂ. ഒരു പെണ്ണ് ഷിറ്റ് പറഞ്ഞാൽ മോശമാവോ? മോഹൻലാൽ സിനിമയിൽ ഫക്ക് എന്ന് പറയാൻ മറ്റുള്ളവർക്ക് പറയാൻ പറ്റില്ലേ? അവിടെ വെച്ചാൽ പ്രതികരണശേഷിയുടെ പ്രതീകമാണ് ഞാൻ നാഗയിൽ കണ്ടത്. നാഗ പറയുന്നത് എന്തേ എന്നുള്ളതല്ല. പിന്നെ സോഷ്യൽ ഇൻഫ്ലുവൻസർ ആണതൊന്നും എൻ്റെ വിഷയമല്ല. അങ്ങനെയല്ല. ആരാ സോഷ്യൽ ഇൻഫ്ലുവൻസർ അല്ലാത്ത? അങ്ങനെയല്ല. നാഗ സാധാരണഗതിയിൽ കാണുന്ന വേഷങ്ങളിൽ നിന്നും മാറി ഒരു സന്യാസിനിയുടെ, അല്ലെങ്കിൽ നമ്മൾ പുരാണ സീരിയലുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ആശ്രമത്തിലെ ഒരു വനിതയുടെ ഒരു വെള്ള വേഷം, തലയിലൊരു ചുറ്റിക്കെട്ട്, കഴുത്തിൽ രുദ്രാക്ഷമാല അവർ നേരത്തെ അണിഞ്ഞ് കണ്ടിട്ടുണ്ട്, ഒരു പൂമാലയൊക്കെ അണിഞ്ഞ് ഈ സന്യാസിവര്യന്മാർ വേദിയാണ്. അല്ല, അവിടെയാണ് നിങ്ങൾ ഈ വേദി എന്ന് പറയുന്ന സമൂഹമാണ്. നിങ്ങൾ ഈ സമൂഹത്തിൽ ചിലരെ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ആത്മീയത? ആത്മീയതയുടെ ഏറ്റവും വലിയ വ്യത്യാസം എന്താ വെച്ചാൽ, ആത്മീയത എന്നിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്ക് മറ്റുള്ളവരിൽ ആത്മീയത കാണുമ്പോഴാണ്. എനിക്ക് രോഹിത്ജി വന്നപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണല്ലോ. ഇതെനിക്ക് നാഗയോടുണ്ട്. നാളെ നിങ്ങളൊരു എന്താ പറയുക വേറൊരാളെ കാണിച്ചാലും ഞാൻ ഇങ്ങനെ കാണിക്കും. എന്തിന്? ഞാൻ എപ്പോഴും വേണം എൻ്റെ മേത്ത് ആസിഡ് ഒഴിച്ചവനെ കണ്ടാലും ഞാൻ ഇങ്ങനെ കാണിക്കുള്ളൂ. അതെൻ്റെ സംസ്കാരം എന്നെ പഠിപ്പിച്ചതാണ്. അല്ലാണ്ട് എന്നെ ഉപദ്രവിച്ചവരും വെട്ടിക്കൊല്ലാനല്ല എൻ്റെ സംസ്കാരം. എല്ലാവരും പറയും ചണ്ടാള ബാബ എന്താ ബലി പൂജ, അങ്ങനെയല്ല. ചണ്ടാളയുടെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. സഹജീവിയോട് കരുണ എന്ന് പറഞ്ഞത് അത് ഇതിന് ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്ക് എൻ്റെ ആത്മീയത. അപ്പൊ അവിടെ നാഗയുടെ വേഷം, ഒരു വ്യക്തി എന്ത് വേഷം ധരിക്കണം എന്നുള്ളത് അവരാണ് നിശ്ചയിക്കുക. ഇവിടെ പല രീതിയിലും പെൺകുട്ടികൾ വസ്ത്രം ധരിക്കുന്നുണ്ട്, പുരുഷന്മാർ വസ്ത്രം ധരിക്കുന്നുണ്ട്. നാഗയ്ക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു, അത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇനി മാല ഇട്ടതാണ് വിഷയമെങ്കിൽ അവിടെ യതിപൂജ ഒരു ചടങ്ങ് നടന്നു. യതിപൂജ ഒരു ചടങ്ങ് നടന്ന സമയത്ത് പറഞ്ഞ യതികൾ എന്നുകൊണ്ട് വേറൊരു ഭേദവും എനിക്കില്ല. നിഷ്കാമമായി ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ധാർമ്മിക വ്യവസ്ഥകൾ എടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. അറിയട്ടെ, മുഴുവിപ്പിക്കട്ടെ നമ്മൾ. അതാണ് നമുക്ക് ഈ ട്രോളർമാരോടും എല്ലാവരും നമ്മൾ പറഞ്ഞ് മുഴുവിപ്പിക്കും. നമ്മൾ അങ്ങൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളുമായി ബന്ധപ്പെട്ട വീഡിയോസും നമ്മളിടുന്നത് അങ്ങനെയല്ല, നമ്മളിടുന്ന വീഡിയോസും നമ്മളുടെ ഓരോ വാക്കുകളുടെ അടിയിലും നമ്മുടെ ആശ്രമത്തിന്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അമൃതാനന്ദമയി മഠത്തിന്റെ ആശ്രമത്തിന്റെ പേരുണ്ടോ എനിക്കറിയില്ല. പാണക്കാട് തങ്ങളുടെ പേരുണ്ടോ എനിക്കറിയില്ല. അവരെ പോലെയാണോ ഞാൻ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടല്ല എന്ന് എന്റെ ചോദ്യം. ആ ചോദ്യം ഞാൻ ചോദിക്കില്ല. അല്ല, സമൂഹം ചോദിക്കും ചിലപ്പോ. അപ്പൊ അവിടെ ചോദിക്കും എന്തുകൊണ്ടല്ല. ചണ്ടാളാവ് എപ്പോഴും പറയും, ചണ്ടാളാവ് ഇന്ത്യയിൽ അടിസ്ഥാന ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ സ്വത്തും ഉയർത്തിപ്പിടിക്കുന്ന
ദേവസ്വം ബോർഡ് അവിടെ ഒരു സംവിധാനം. വ്യത്യാസമുണ്ട്. ഞാൻ അമൃതാനന്ദമയോടുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു, അങ്ങ് ഭൂജാതനായ കുലത്തെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അമൃതാനന്ദമയി അത് ചെയ്യുന്നില്ല. ഇതാണ് വ്യത്യാസം. അല്ല, ഞാൻ അപ്പോഴും പറഞ്ഞ അമൃതാനന്ദമയി ജനിച്ചു വീണ അരേ സമൂഹത്തെ പോലും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് വിഷയം. പറഞ്ഞു വരാം എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ കഴുത്തിൽ മാല ഇല്ലാതിരുന്നത്. മാല ഇടുന്ന സമയത്ത് എന്താ വെച്ചാൽ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് ഒരു മാല ഉണ്ടാവണം, അത്രയേ ഉള്ളൂ എനിക്ക്. യതി പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യതി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിട്ട് ഈ പ്രപഞ്ചത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും, നന്മ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യൂ അല്ല നന്മ, ഓരോരുത്തർക്കും ഓരോ നന്മയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഓരോ സൂക്ഷ്മജീവിയിലും ഓരോ കണത്തിലും ഓരോ മനുഷ്യരിലും നന്മയുണ്ട്. അപ്പോൾ പ്രതീകമായി എടുക്കാം എന്ന് കരുതിയിട്ട് എല്ലാവർക്കും മാല ഇട്ടിട്ടുണ്ട്, ഇവർക്കും മാല ഇട്ടിട്ടുണ്ട്, ഈ നായയ്ക്കും മാല ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ അതോടുകൂടി യതിപൂജ എന്ന് പറഞ്ഞു മാല എല്ലാവർക്കും എത്താത്തതുകൊണ്ട് സഹകരിക്കണം. നമ്മളാണ് പറയുന്നത് നിങ്ങളെല്ലാം സഹകരിക്കണം, നിർബന്ധമാണെങ്കിൽ ഞാൻ കൊടുത്തിരിക്കാം. അപ്പൊ അതുകൊണ്ട് അല്ല എന്നോട് സഹകരിക്കണം. കാരണം സന്യാസിമാർക്ക് ചിലപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയില്ലല്ലോ, അത് എല്ലാവർക്കും കഴിയില്ല, അത് പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യമാണ്, അതിന് ക്ഷമിക്കണം. പക്ഷെ യതിപൂജ ഉണ്ട്, സന്യാസിമാർക്ക് സെപ്പറേറ്റ് ഒരു പൂജയില്ല. പൂജിക്കുന്നത് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു ആരതി എടുക്കും, അത് എല്ലാവർക്കുമാണ്. ഞാൻ എല്ലാവരും ആരതി എടുത്തു ഞങ്ങളുടെ സമ്പ്രദായത്തിൽ പ്രാർത്ഥനയോട് കൂടിയിട്ട്. അവിടെ ചിലപ്പോൾ മുസ്ലിം ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവും, കൂലിപ്പണിക്കാരുണ്ടാവും, എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ ഉണ്ട് അവിടെ. ഇത് പറയട്ടെ, മുഴിപ്പിക്കട്ടെ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. നാഗയെയും സന്യാസിമാരെയും ഈ പറഞ്ഞ അടുക്കള പണിയെടുക്കുന്നവരും വീട്ടിൽ പണിയെടുക്കുന്നവരും പുറത്ത് പണിയെടുക്കുന്നവരും ഓഫീസുകാരനെയും ഒക്കെ നമസ്കരിച്ചു. എല്ലാവരും ഞാൻ നമസ്കരിച്ചു. ഇതെന്റെ ഇഷ്ടം. തുടർന്നുള്ള ഭാഗങ്ങൾ എൻ്റെ പാദം പൂജിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞിട്ടല്ല. അല്ല അവിടെ പ്രശ്നമുണ്ട്. കുഴികുത്തി കഞ്ഞുകൂടി അത് ഏത് ആചാരത്തിന്റെ ഭാഗമാണ്? ഞങ്ങളുടെ ആചാരത്തിന്റെ. അതെങ്ങനെയാണ് ആചാരമാകുക? ജാതി ഭ്രഷ്ടിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട തൊഴിലാളികൾക്ക് അന്നത്തെ ഫ്യൂഡൽ മാടമ്പികൾ മുറ്റത്തെ കുഴികുത്തി ഇലവിരിച്ച് കഞ്ഞി കൊടുത്തത് ഒരു ആചാരമായിരുന്നില്ലല്ലോ. അവരുടെ ഒരു ജാതീയമായ വേർതിരിവായിരുന്നില്ലേ? അതിവിടെ തുടച്ചു നീക്കപ്പെട്ടതല്ലേ? അത് വീണ്ടും എന്തിനാണ് പുനരാവിഷ്കരിച്ചത്? ആര് തുടച്ചു നീക്കി? ഞങ്ങളെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അത് വലിയ നവോത്ഥാനമാണ് നിങ്ങൾക്ക്? അല്ല, ഒരിക്കലും അല്ല. പിന്നെ എന്താണ് നിങ്ങൾ ഈ ആചാരം? കുഴികുത്തി കഞ്ഞികുടി എന്ന് പറയുന്നത് ഒരു മോശം. അതെങ്ങനെ മോശമാകും? അതിനെ നിങ്ങൾ മനസ്സിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ വന്നത് മോശമാണെന്നുള്ളത് സമൂഹം കരുതുന്നു, പുരോഹിതി കരുതുന്നു. ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഈ പറയപ്പെടുന്ന അങ്ങയുടെ വാക്കുകൾ കടമെടുത്താൽ ജാതീയമായി താഴ്ത്തപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹം മേലാളന്മാരുടെ വീടുകളിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവരുടെ പാത്രങ്ങളിൽ സ്പർശിക്കുന്നത് പോലും അവർക്ക് എന്തോ വലിയ പാപമാണെന്ന് കണ്ടെത്തി മുറ്റത്തെ കുഴികുത്തി അതിൽ ഇലയിട്ട് അതിൽ കഞ്ഞി വിളമ്പി കൊടുത്തൊരു കാലം ഉണ്ടായിരുന്നു. അവിടെ ഇടയിലൊന്ന് കയറുകയാണ്. കേരളത്തിലെ ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കുഴികുത്തി ഭക്തർക്ക് കഞ്ഞി കൊടുക്കുന്ന ചടങ്ങ്. വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇത് കേൾക്കൂ, അത് ബ്രാഹ്മണൻ ചെയ്യുമ്പോൾ ശ്രേഷ്ഠം, അല്ലെങ്കിൽ ഇതിൽ ഉസ്താദ് ചെയ്യുമ്പോൾ ശ്രേഷ്ഠം, ക്രൈസ്തവ പുരോഹിതന്മാർ ചെയ്യുമ്പോൾ ശ്രേഷ്ഠം. ഞങ്ങൾ ചെയ്യുമ്പോൾ മോശം. ഞങ്ങളുടെ വർഷിപ്പും ഞങ്ങളുടെ ആചാരങ്ങളും രംഗത്തേക്ക് വരുമ്പോൾ സമൂഹം ഭയക്കുന്നു. ഞാൻ കുടിച്ചിട്ടുണ്ട് കുഴികുത്തിയിട്ടല്ല. ഈ കാർത്തികയ്ക്കൊക്കെ ഞങ്ങളുടെ ഭൂതത്താങ്കാവില്, ഞങ്ങളുടെ നാട്ടിലുള്ള ഭൂതത്താങ്കാവ് എന്ന് പറയുന്ന ഒരു മലമുകളിലുള്ള കാവില് അപ്പൂപ്പന്റെ അവിടെ കഞ്ഞി എടുക്കും. അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കുടിച്ചേർത്ത് അവിടെ അന്ന് ഇപ്പോഴാണ് ഈ വാടകയ്ക്ക് പ്ലേറ്റ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അന്ന് പ്ലേറ്റ് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ഓലക്കീറ് വടഞ്ഞു കുത്തി അതിന്മേലേക്ക് ഈ വാഴയില താഴ്ത്തി വെച്ചിട്ട് പാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ദിവസങ്ങളിലാണ് അതിൽ കഞ്ഞി ഒഴിച്ച് ഞാൻ കുടിച്ചു. അങ്ങ് പറഞ്ഞു പാത്രം വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്തത്. അതായത് അങ്ങേക്ക് ആ കഞ്ഞി ചോറ് കുടിക്കാൻ ഒരു കുഴപ്പമില്ല, ഇങ്ങനെയും വാങ്ങാം. കഞ്ഞി കുടിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ദ്രാവക രൂപത്തിലുള്ള ആ പദാർത്ഥം അങ്ങേക്ക് സ്വീകരിക്കാൻ അതേ രീതിയിലുള്ള ഒരു പ്രതലം വേണം. അതെ, ഇതാദ്യമായി ചിന്തിച്ചത് ആരാന്നറിയോ അങ്ങേക്ക്? ആദിമ ജനത, എന്റെ ജനതയാണ്. അവരുടെ മഹത്വത്തിന്റെ ഒരു അടയാളപ്പെടുത്തലാണ് ഒന്ന് കഞ്ഞികുടി. ഈ കഞ്ഞികുടി ഇവിടെ നിങ്ങൾ എത്ര പുരോഗമനം പറഞ്ഞ നവോത്ഥാനമുള്ള ആദ്യത്തെ മനുഷ്യന്റെ ചിന്തകൾ കുടലെടുത്തത്. ഇപ്പോൾ സെൻകുമാർ പോലും പറയുന്നുണ്ട് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരൊന്നും വിവരമില്ലാത്തത് കൊണ്ടും താഴ്ന്നിട്ടിരിക്കൊണ്ട് അവർക്ക് എന്തോ സംവരണം കുറിച്ച് ഉണ്ടാക്കുകയാണെന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ ജനതയുടെ ബുദ്ധി എത്ര പോയി എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ദ്രാവകം സ്വീകരിക്കണമെങ്കിൽ കുഴിയെടുത്താൽ അവിടെ ഒരു ഇല വെച്ചാൽ നല്ല എന്താ പറയുക സൂട്ടബിളായിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. ഒന്ന്. അടുത്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മയെ മാതാവായി കാണുന്നവരാണ്. അല്ല, അമ്മയല്ല, ഭൂമിയെ മാതാവായി കാണുന്നവരാണ്. ഭൂമിയെ മാതാവായി കാണുക എന്ന് പറഞ്ഞാൽ ഭൂമി എല്ലാമാണ്. സ്വാമി വിവേകാനന്ദൻ നീന്തി പോയി പാറപ്പുറത്തോട്ട് ഞാൻ എൻ്റെ അമ്മയുടെ മടിത്തട്ടിലൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചിക്കാഗോയിൽ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണം നേറ്റുന്നത്. ഇവിടെ നോക്കി നോക്കുക, എന്തുകൊണ്ടാണ് രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് മാത്രം ഇത്ര ഭൂമി ഇല്ലാണ്ടായത്? ഈ നാടിന്റെ അവകാശികളാ എത്ര കണ്ട്. ഭാർഗവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സന്യാസിമാരും ഹിന്ദുത്വരും ആര് പറഞ്ഞാലും ദേവസ്വം ബോർഡിന്റെ സൈറ്റിൽ നോക്കിയാലും ഭാർഗവ ക്ഷേത്രമാണ്, പരശുരാമ ക്ഷേത്രം. എന്ത് അടിസ്ഥാനരഹിതമാണ്? അങ്ങനെയുള്ള എന്റെ സമൂഹം എന്നും ഈ നാടിന്റെ അവകാശികളാണ്. ആ നാടിന്റെ അവകാശം എന്റേന്ന് പറഞ്ഞാൽ ജാതി സ്പിരിറ്റ് പറഞ്ഞിട്ട് തിരുത്തല്ല. ഒരാശയം പറയുമ്പോൾ എനിക്ക് ചിലത് പറയേണ്ടി വച്ചു. ജാതിഭേദം വേണ്ട, മതദ്വേഷം വേണ്ട. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ജനതയുടെ ഈ പറയപ്പെടുന്ന ഭൂമിയെ മാതാവായി കണ്ടപ്പോൾ അവർ ആ ഭൂമിയെ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ല. പണം ഉണ്ടാക്കിയവരാണ് വിറ്റതും വാങ്ങിയതും. അങ്ങനെയുള്ള ഭൂമിയുടെ മഹത്വം കണ്ടുകൊണ്ട്, ഇതിന്റെ ആത്മീയവശമാണത്, ഭൂമിയുടെ മഹത്വം കണ്ടുകൊണ്ട് ഭൂമിയിൽ ഇല വെച്ച് അവർ കഞ്ഞി കുടിക്കുന്നത് പൂർവീകമായിട്ടുള്ള അവിടെ ഒരു രീതിയാണ്.
അപ്പോ അതിനെ അന്നത്തെ കാലത്തെ ജാതീയ ഭ്രഷ്ടായിട്ട് ആരാണ് ചിത്രീകരിച്ചത്? ഇവിടെ വരട്ടെ, ഈ കഞ്ഞി ഇപ്പൊ നമ്മൾ അവിടെ കുടിച്ചു, ഓക്കെ, ആ കഞ്ഞി നമ്മൾ അന്ന് ആ ദിവസം കുടിച്ചു. ഇന്ന് രോഹിത് എന്നോട് പറയാണ്, ബാബാജിക്ക് പാത്രത്തിൽ കഞ്ഞിയല്ല, ഇവിടെ കുഴി കുത്തിട്ടേ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അന്ന് അവർക്കത് പറയാൻ കഴിയില്ല. കാരണം അധികാരി വർഗമാണ് വളരെ ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഒരാൾ എങ്ങനെ കഴിക്കണം എന്ന് അവരാ നിശ്ചയിക്കുന്നത് ഏത് കാലത്തും. ഇന്ന് സ്വർണ്ണപാത്രത്തിൽ കഴിക്കാൻ പറഞ്ഞാൽ ഞാൻ പറയൊക്കെ സൗകര്യമില്ല, കുഴിയുന്നേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിൽ കഴിക്കണം നിങ്ങളാണ് നിശ്ചയം. അവിടെ ആരെങ്കിലും നിർബന്ധിച്ചോ കഞ്ഞി കുടിക്കാൻ? എനിക്ക് അന്നേ ദിവസം കുഴി കുത്തി കഞ്ഞി കുടിക്കുക. എന്താണ് ഇത്? ഇങ്ങനത്തെ ഒരു ചരിത്രപരമായിട്ട് സാമൂഹികമായിട്ട് ആദിമ മനുഷ്യരുടെ ചിന്താ പദ്ധതിയാണ് പാത്രം എന്ന കൺസെപ്റ്റ്. ആചാരമല്ല. വരട്ടെ, എന്താണ് ആചാരം? ആചരിച്ചുണ്ടാക്കിയതാണ് ആചാരം. ആചാരം എന്ന് പറഞ്ഞാൽ ആചരിച്ചുണ്ടാക്കുകയാണ്. ഞാൻ ഉണ്ടാക്കും. കാരണം നിങ്ങൾ ഇവിടെ ഞങ്ങൾ ദലിത് എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ല, ആദിവാസി എന്ന് പറയാൻ പാടില്ല, ഞങ്ങളുടെ ചരിത്രം പറയാൻ പാടില്ല. ഇവിടെ ഇപ്പൊ ഈ പറയപ്പെടുന്ന ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ പോലും ഇവിടെ പുതിയ ആശയങ്ങൾ എടുക്കുന്നത്. അവർ ചരിത്രം മാറ്റി മറിച്ചു എന്നാണ്. ഞാൻ രാഷ്ട്രീയം പറയല്ല, മറിച്ച് ചരിത്രം. ഇവരുടെ ചരിത്രം എന്താ? 10 രാജാക്കന്മാരുടെ ചരിത്രം അല്ലേ? ഇവിടുത്തെ ചരിത്രം എന്താണ്? ഞങ്ങൾക്ക് ചരിത്രമില്ലേ? ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആചരിച്ചുണ്ടാക്കിയത്. ഈ ബ്രാഹ്മണൻ ആചരിച്ചുണ്ടാക്കിയതൊക്കെ ആചാരം. ഈ ശങ്കരാചാര്യ പല ആചാരവും കാണിക്കുന്നുണ്ടല്ലോ, ചോദ്യം ചെയ്യപ്പെടുന്നില്ല. കാന്തപുര ഉസ്താദിന്റെ ആശ്രമത്തിൽ അല്ലെങ്കിൽ അവിടെ ആ സങ്കേതത്തിലുണ്ടല്ലോ, അത് ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അമൃതാനന്ദ മൈമളത്തിൽ പല ആശയങ്ങളുണ്ടല്ലോ, ചോദ്യം ചെയ്യപ്പെടുന്നില്ല. ചണ്ടാള ബാബ ഒരു ആചാരം ആചരിച്ചു കാണിക്കുന്നത്, അത് ആചാരമാണോ വെച്ചാൽ ആചാരമാണ്, ഞങ്ങൾ ആചരിക്കും. അത് ഓർമ്മപ്പെടുത്തലാണ്. നമ്മളുടെ ആചാരങ്ങളെ നീചമായി ചിത്രീകരിച്ച് നമ്മളെ ആത്മീയമായി അടിമയാക്കിയ ഒരു സമ്പ്രദായം അന്നും ഇന്നുണ്ട്. ഞങ്ങളെ ആത്മീയ അടിമയാക്കും. അതൊരു പ്രതിഷേധമാണ്. അതാണ് പ്രതിഷേധമാണ്, ഓർമ്മപ്പെടുത്തലാണ്. ഞങ്ങൾക്ക് സ്വത്വമുണ്ട്. ഞാൻ കേരളത്തിൽ 14 ദിവസം ജയിലിൽ കടന്നതും കോഴിയിറച്ചി തിന്നാനല്ല രോഹിത്ജി, കോഴിയിറച്ചി തിന്നാൻ. അങ്ങനെ ആ കഥ അധികം ആർക്കും ഇപ്പൊ പരിചയമല്ലെന്ന് തോന്നുന്നു. അങ്ങനെ രൂപം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആ ടെറർ മനുഷ്യരാണെന്ന് ആർക്കും ഓർമ്മയില്ല. ഒന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. ഒന്നെന്താ വെച്ചാൽ ഞാൻ ഈ സംസാരിക്കുന്ന നേരത്തെ ഇട്ടോട് കേൾക്കുമ്പോൾ പലരും കരുതും ചണ്ടാളബാബ ഭയങ്കര ദേഷ്യത്തിലാണ്. അങ്ങനെയല്ല, അങ്ങനെയൊക്കതറിയാം. നമ്മൾ സംസാരിക്കുന്നത് ഞാൻ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കും. എനിക്ക് വേണ്ടത് ആ പ്രതിഷേധം എന്ന വാക്കായിരുന്നു. അതിലേക്ക് അങ്ങ് അതിന്റെ ഒപ്പം ഓടി എത്തുക എന്നാണ് എന്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞുണ്ടാക്കുകയല്ല. എന്റെ ഏതൊരു മനുഷ്യനും, കേരളം എന്നല്ല, എനിക്കറിയാവുന്ന ഭാഷയിൽ എന്നോട് ചോദ്യം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. കാരണം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വലിഞ്ഞവനോ താഴ്ന്നോ എന്നല്ല, ഈക്വലാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ആചാരം എന്ന വാക്കിൽ നിന്ന് പ്രതിഷേധം എന്ന വാക്കിലേക്ക് ചണ്ടാളബാബ എപ്പോ എത്തും? അതാണ് ഞാൻ ഇവിടെ മിണ്ടാതിരുന്ന് കേട്ടുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മളും തന്നെ പറഞ്ഞുകൊണ്ട് എത്തിച്ചതും അങ്ങ് അവിടേക്കാണ്. ശരി. കൊടുങ്ങല്ലൂരിലെ ആ ദിവസങ്ങളിൽ അങ്ങയുടെ ജയിൽവാസ കാലഘട്ടം, ഓക്കെ, ഏറ്റവും പ്രിയങ്കരിയായ അമ്മ മരണപ്പെടുന്നതും ആ ജയിൽവാസ കാലഘട്ടത്തിലാണ്. അങ്ങയെ സങ്കടപ്പെടുത്താൻ ഞാനില്ല, എങ്കിലും ഈ കൊടുങ്ങല്ലൂരിലെ ചണ്ടാളബാബയുടെ ഇടപെടൽ അതൊന്ന് പറയാമോ? ഓക്കെ.